Buongiorno e benvenuti a tutti. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ഫാരെ എന്ന വെർബ് ഡിഫറെൻറ്റ് സബ്ജക്റ്റിലും ഡിഫറെൻറ്റ് ടെൻസസിലും ഉപയോഗിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. 4ാമത്തെ സബ്ജക്റ്റായ നോയ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോയ് എന്ന വാക്കിൻ്റെ അർത്ഥം വി, ഞങ്ങൾ എന്നാണ്. നോയ് എന്നത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, noi facciamo il giardino. Noi facciamo il giardino. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണ്. നോയ് എന്ന വാക്കിൻ്റെ അർത്ഥം വി, ഞങ്ങൾ. ഫച്ചാമോ, ഫച്ചാമോ എന്ന് പറഞ്ഞാൽ ഡു. ഇവിടെ ഫാരെ എന്ന വെർബ് നോയ് എന്ന സബ്ജക്റ്റുമായിട്ട് വന്നപ്പോൾ എന്ത് ചേഞ്ച് ഉണ്ടായി? ഫച്ചാമോ എന്ന രീതിയിൽ മാറി. നോയ് എന്ന സബ്ജക്റ്റുമായിട്ട് ഫാരെ എന്ന വെർബ് വന്നപ്പോൾ ഫച്ചാമോ. നോയ് ഫച്ചാമോ ഇൽ ദ, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഇൽ എന്നത് ആർട്ടിക്കിളാണ്. ദ ജർദീനോ ഗാർഡൻ. അപ്പോൾ വി ഡു ദ ഗാർഡൻ, ഞങ്ങൾ പൂന്തോട്ടം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നോയ് ഫച്ചാമോ ഇൽ ജർദീനോ എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഞങ്ങൾ പൂന്തോട്ടം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? നോയ് ഫച്ചാമോ ഇൽ ജർദീനോ. നോയ് ഫച്ചാമോ ഇൽ ജർദീനോ. സെക്കൻഡ് വൺ, noi stiamo facendo il giardino. Noi stiamo facendo il giardino. ഇത് ഏത് ടെൻസിലെ സെൻറ്റൻസ് ആയിരിക്കും? ഇപ്പം നമ്മൾ 3 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ ടെൻസസൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടാവും ഏത് ടെൻസാണിത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. നോയ് സ്ത്യാമോ ഫച്ചേന്തോ ഇൽ ജർദീനോ. നോയ് നേരത്തെ പറഞ്ഞു വി എന്നാണ് അതിൻ്റെ അർത്ഥം. സ്ത്യാമോ ഫച്ചേന്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഡൂയിങ്. ഇനി ഇൽ ദ ജർദീനോ ഗാർഡൻ, വി ആർ ഡൂയിങ് ദ ഗാർഡൻ, ഞങ്ങൾ പൂന്തോട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. നോയ് സ്ത്യാമോ ഫച്ചേന്തോ ഇൽ ജർദീനോ. ഫാരെ എന്ന വെർബ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വന്നപ്പോൾ ഫച്ചേന്തോ, സ്ത്യാമോ ഫച്ചേന്തോ, ആർ ഡൂയിങ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സ്ത്യാമോ ഫച്ചേന്തോ എന്ന് പറയുന്നത്. നോയ് സ്ത്യാമോ ഫച്ചേന്തോ ഇൽ ജർദീനോ, ഞങ്ങൾ പൂന്തോട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണിത്. ഓക്കെ. തേർഡ് വൺ, നോയ് ഫറേമോ ഇൽ ജർദീനോ. നോയ് ഫറേമോ ഇൽ ജർദീനോ. ഇത് എന്ത് ടെൻസിലെ സെൻറ്റൻസ് ആകാനാണ് സാധ്യത? ഫറേമോ ഫ്യൂച്ചർ ടെൻസാണ്. ഫ്യൂച്ചർ ടെൻസിലെ ഒരു സെൻറ്റൻസാണ് നോയ് ഫറേമോ ഇൽ ജർദീനോ. നമ്മൾ പൂന്തോട്ടം ചെയ്യും. നോയ് എന്നത് എന്താണ്? വി ആണ്. ഇവിടെ ഫറേമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഡു എന്നുള്ള അർത്ഥത്തിലാണ്. വി വിൽ ഡു ദ ഗാർഡൻ, വി വിൽ ഡു ദ ഗാർഡൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് നോയ് ഫറേമോ ഇൽ ജർദീനോ എന്ന് പറയുന്നത്. ഫാരെ എന്ന വെർബ് ഫ്യൂച്ചർ ടെൻസിൽ വന്നപ്പോൾ എന്തായി മാറി? ഫറേമോ. ഇയോ ഫറോ, തു ഫറായ്, ലൂയ് ഒലൈ ഫറ, നോയ് ഫറേമോ. നോയ് ഫറേമോ ഇൽ ജർദീനോ, ഞങ്ങൾ പൂന്തോട്ടം ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്? ഫറേമോ എന്ന വേർഡ് കൂട്ടിച്ചേർത്തത് നോയ് ഫറേമോ ഇൽ ജർദീനോ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? ഫോർത്ത് വൺ, നോയ് അബ്യാമോ ഫാത്തോ ഇൽ ജർദീനോ. നോയ് അബ്യാമോ ഫാത്തോ ഇൽ ജർദീനോ. നോയ് അബ്യാമോ ഫാത്തോ ഇൽ ജർദീനോ. ഇത് ഏത് ടെൻസിലെ സെൻറ്റൻസ് ആകാനാണ് സാധ്യത? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ 3 ക്ലാസ്സുകൾ ഫോളോ ചെയ്തവർക്ക് അറിയാം. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണ്. നോയ് വി അബ്യാമോ ഫാത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡിഡ് അല്ലെങ്കിൽ വി മെയ്ഡ്, ഉണ്ടാക്കി അല്ലെങ്കിൽ ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? അബ്യാമോ ഫാത്തോ എന്ന് പറയുന്നത്. ഇൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ ദായാണ്. ജർദീനോ ഗാർഡൻ. നോയ് അബ്യാമോ ഫാത്തോ ഇൽ ജർദീനോ, ഞങ്ങൾ പൂന്തോട്ടം ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ പൂന്തോട്ടം ചെയ്തു എന്നൊക്കെ പറയാനാണ് നോയ് അബ്യാമോ ഫാത്തോ ഇൽ ജർദീനോ എന്ന് പറയുന്നത്. നോയ് അബ്യാമോ ഫാത്തോ ഇൽ ജർദീനോ. അപ്പോൾ ഫാരെ എന്ന വെർബ് പാസ്റ്റ് ടെൻസിൽ വന്നപ്പോൾ അബ്യാമോ ഫാത്തോ, ഇയോ ഒ ഫാത്തോ, തു ഐ ഫാത്തോ, ലൂയ് ഒ ലൈ അ ഫാത്തോ, noi abbiamo fatto.
അപ്പോൾ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഫാത്തോ എന്ന വെർബ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, അതിന് ഒരു മാറ്റവുമില്ല. പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് ഏത് വന്നാലും ഫാത്തോ എന്ന വെർബ് അതുപോലെ നിൽക്കുന്നു. ഇയോ ഫാത്തോ, തുഐ ഫാത്തോ, ലൂയ് ഒലൈ അഫാത്തോ, നോയ് അബിയമ ഫാത്തോ. 4 ടെൻസസിൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒത്തിരി വെർബുകൾ വേറെ കാര്യങ്ങൾ എടുത്ത് കൂട്ടിച്ചേർത്തിട്ട് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ മേക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒത്തിരി സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് ഫോം ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.